ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി ആദ്യമായി ലൈവിൽ വന്നിരിക്കുകയാണ് ഷാനവാസ്. ലൈവിലെത്തിയ ഷാനവാസ് പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ സ്നേഹിച്ച എല്ലാവർക്കും നന്ദി. 100 ദിവസം തികയ്ക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതിൽ ടോപ്പ് 5 എത്തുക എന്ന് പറയുന്നത് അതിലും വലിയ കാര്യമാണ്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഞാൻ സെക്കൻഡ് റണ്ണറപ്പ് ആയത്. ചില വീക്സിലെ വോട്ട് കണ്ടപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തുമാത്രം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു PR-ഉം കൊണ്ടല്ല ഞാൻ സെക്കൻഡ് റണ്ണറപ്പ് ആയത്. അതിൽ എന്നെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്കും അഭിമാനിക്കാം. മറ്റു സീസണുകളെ പോലെ ആയിരുന്നില്ല സീസൺ 7. അത് ശരിക്കും 7ന്റെ പണി തന്നെയായിരുന്നു. ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോൾ 14 കിലോയാണ് ഞാൻ വെയിറ്റ് കുറഞ്ഞത്. ഞാൻ അവിടെ ചെയ്യുന്നതിൽ ഒരു പരിധി ഉണ്ടായിരുന്നു. ബാക്കി സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. അത് ഞാൻ ശരിക്കും മനസ്സിലാക്കി ചില വീക്കുകളിൽ. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി ഏഷ്യാനെറ്റിന്റെ ലൈൻ കട്ട് എന്ന ഇന്റർവ്യൂവിൽ ഇന്റർവ്യൂവർ ഹൗസിനുള്ളിൽ ഷാനവാസിനുണ്ടായ മെഡിക്കൽ എമർജൻസിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു: മുമ്പൊരിക്കൽ നാട്ടിൽ വെച്ചൊരു സുഹൃത്ത് നേരിൽ കണ്ടപ്പോൾ എന്തുണ്ടടാ എന്ന് ചോദിച്ച് നെഞ്ചിലൊന്ന് തൊട്ടപ്പോൾ എനിക്കന്ന് ഇതുപോലെ ഒരു പെയിൻ വന്നിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. പിന്നീട് ഒരിക്കൽ നാട്ടിൽ ഫുട്ബോൾ കളി കാണാൻ പോയ സമയത്ത് പെട്ടെന്ന് വിയർത്ത് വയ്യാതെ വന്നു. അന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. അവിടെ എത്തിയപ്പോൾ എല്ലാം നോർമലായി. അതുപോലെ എന്തോ ഒന്നാണ് അന്ന് ഹൗസിൽ വെച്ചും ഉണ്ടായത്. ആ പാലിന്റെ കവർ നെഞ്ചിൽ തട്ടിയപ്പോൾ, ഒരു പ്രത്യേക ഭാഗത്ത് തട്ടിയപ്പോൾ വയ്യാതെ ആയതാകാം എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. തുടർന്ന് ഷാനവാസ് പറയുന്നുണ്ട്: ഞാൻ കരുതിയത് അനീഷ് കപ്പടിക്കുമെന്നാണ്. സെക്കൻഡ് പൊസിഷനിൽ ഞാൻ ഉണ്ടാകുമെന്നും ഞാൻ കരുതിയിരുന്നു. അനീഷിനെ വന്ന ടൈം മുതലേ ഞാൻ നന്നായി മനസ്സിലാക്കിയിരുന്നു. അവന്റെ ഗെയിം പ്ലാൻ ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുവെന്നും ഷാനവാസ് പറയുന്നു.